മൈഥിലി, ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ കൂടാതെ താഴെ ഇറങ്ങി അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കടോ. ഇതെന്താ ഈ കുപ്പിയില്? ചോദിച്ച കേട്ടില്ലേ മൈഥിലി? എന്താ ഈ കുപ്പിയിലെന്ന്? ഇതൊരു മരുന്നാ. എന്ത് മരുന്ന്? ഒരു ലാടവൈദ്യൻ ഇവിടെ വന്നിരുന്നു, അയാൾ തന്നതാ. ലാടവൈദ്യനോ? ലാടവൈദ്യൻ ഞാനാ. പേട കിട്ടുമോ? കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ലാടവൈദ്യനും ഓടവൈദ്യനും ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ മൈഥിലി ഇങ്ങനെ കാണിക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. ഇതൊക്കെ കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കാ പറയാൻ പറ്റുക? സോറി കാർത്തിക്, എന്തായാലും ഞാൻ കഴിച്ചില്ലല്ലോ. കഴിക്കരുത്. ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു മെഡിസിനും കഴിക്കരുത്. കണ്ട ക്രിമിനൽസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു മരുന്നും കൈകൊണ്ട് പോലും തൊട്ടുപോരുത്. എന്റെ ഡാർലിംഗ് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. ഞാൻ ഒരച്ഛനും. നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ ഓമന കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കണം. അവന്റെ ഒരു താരാട്ട്. ഞാനും ആ കുഞ്ഞിനെ പാട്ട് പാടി ഉറക്കും. പാട്ട് പാടാത്ത കഴുതയുണ്ടോ? അല്ലമ്മേ, ഞാൻ ശബ്ദം കുറച്ച്. ആരെയും ഉണർത്തരുതെന്നോ ആരും അറിയരുതെന്നോ ഞാൻ പറഞ്ഞല്ലേ. സോറി അമ്മേ.
പൂജാമുറി വെക്കാം. വാ. അവിടേക്ക് വെച്ചോ. അതെ, ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ പോരെ. ദൈവമേ, ദൈവമേ, മംഗല്യപ്പുടവ കൊണ്ടുപോവാൻ മന്ത്രിയുടെ പിയെ വന്നിട്ടുണ്ടല്ലോ. എന്ത് സമാധാനം പറയും? നമസ്കാരം മാഡം. നമസ്കാരം. കല്യാണപ്പുടവ കൊണ്ടുപോകാൻ വന്നാണല്ലേ? അതെ മാഡം. പെയിന്റിങ് തീർന്നിട്ടില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ മാഡം. നാളെയാ കല്യാണം. പക്ഷേ സാരി റെഡി ആയിട്ടില്ലല്ലോ. കുറച്ച് സമയം കൂടി വേണം. എന്താ അമ്മ ഈ പറയുന്നത്? സാരി ഇന്നലെ തന്നെ പെയിന്റ് ചെയ്ത് അമ്മ പൂജാമുറി വെച്ചിട്ടല്ലേ ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. അമ്മ ഒന്ന് പൂജാമുറി പോയി നോക്കിയേ, സാരി അവിടെ ഉണ്ട്. ചെല്ലമ്മേ. ഇപ്പൊ കൊണ്ടുവരുവേ. എന്റെ ഭഗവാനെ, എന്റെ മകള് ഈ അമ്മയുടെ അഭിമാനം സംരക്ഷിച്ചു. മകളുടെ മനസ്സ് കാണാൻ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ലല്ലോ. ദാ, സാരി ഐശ്വര്യപൂർവ്വം വാങ്ങിച്ചോളൂ. കല്യാണത്തിന് വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അനുഗ്രഹമുണ്ട്. കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. ഒരിക്കൽ കൂടി നീ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു. എന്റെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്തു. നന്ദി. അല്ല, നന്ദി മാത്രമേ ഉള്ളൂ. ജോലി ചെയ്തതിന് കൂലിയില്ലേ? ജോലി ചെയ്താ അതിന് കൂലി കൊടുക്കണം. ഈ നന്ദി എന്ന് രണ്ടക്ഷരം പറഞ്ഞാ കൂലിയാവോ? മീനാക്ഷി, എന്റെ മീനാക്ഷി കൊച്ച് ആളൊരു ജഗജില്ലിയ. മുത്തശ്ശിയുടെ ബലം പിടുത്തം ഇവളൊന്ന് തീർക്കും.
ചെയ്ത കൂലി കൊടുക്കാത്ത ചില സ്ത്രീ മുതലാളികളുണ്ട്. അവരോടൊക്കെ സമരം ചെയ്യാൻ എന്നെ കൊണ്ട് ആഹ്വാനം കൊടുപ്പിക്കരുത്. നീയാരാ? രാഷ്ട്രീയ നേതാവോ? അനീതി കണ്ട ചോദിക്കുന്നത് തെറ്റാണോ? ഈ മുറ്റത്ത് നിന്ന് തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്ന് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത്. ഉം. മീനാക്ഷി, എന്താ ഇത്? എന്റെ അമ്മയോട് അധിക പ്രസംഗം പറയരുത്. ഈ നിൽക്കുന്ന മുത്തശ്ശി അമ്മയുടെ അമ്മയാണെങ്കിൽ അമ്മ എന്റെ അമ്മയല്ലേ? അമ്മയെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിച്ച് കാശുണ്ടാക്കുന്ന കണ്ട മകളായി എനിക്ക് സഹിക്കോ? ഉം, ഉം. ആ, മുത്തശ്ശൻ എന്താ മാറി നിൽക്കുന്നെ? അതെ, ഈ BP മാറ്റി വെച്ച് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിലൊന്ന് ഇടപെട്. ലേബർ പ്രശ്നങ്ങളിൽ ഞാൻ പൊതുവെ ഇടപെടാറില്ല. തന്നെയുമല്ല, എനിക്ക് ഈ മുതലാളി തൊഴിലാളി തർക്കങ്ങൾ കാണാൻ വലിയ ഇഷ്ടവുമല്ല. പണ്ടത്തെ പോലെ അല്ല. നന്ദിനി അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ട്. ഓടി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ ചോദിക്കാനും പറയാനുള്ള ആള്? ഞാൻ നന്ദിനിയുടെ ഏക മകൾ. ഓ, ആ, ഒരു മകനുണ്ട്, പാഴായിപ്പോയി. ACP യാ. ഉം. ഇനി ഈ വക തരികടകളൊന്നും എന്റെ അമ്മയോട് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഉം. ജോലി ചെയ്യുന്നതിന് കൂലിയായി ഉണക്ക സാമ്പാറും ചോറും കൊടുത്താ പോരാ. മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കണം. ആ, നന്ദിനി അമ്മയ്ക്ക് അങ്ങനെ ചെലവുകളൊന്നും ഇല്ലെങ്കിലും അവരുടെ മകൾക്ക് ഒത്തിരി ചെലവുകളുണ്ട്. എപ്പോഴും ഷോപ്പിംഗ് മോളിൽ പോണം, പർച്ചേസ് ചെയ്യണം, ഡ്രസ്സുകൾ വാങ്ങിക്കണം. അത് കലക്കി. അത് കലക്കി. മുത്തശ്ശൻ മാറി നിന്ന് അത് കലക്കി ഇത് കലക്കി എന്നും പറഞ്ഞ് ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം കുറയ്ക്കരുത് കേട്ടോ. ഞാൻ വളരെ സീരിയസാ. മൂരാച്ചി മുതലാളിമാരോട് ഞാൻ പണ്ടേ സമരത്തില. ഇത്രയും കാലം ഒരു അടിമയെ പോലെ ഒരു കൂലി മേടിക്കാതെ എന്റെ അമ്മ ഇവിടെ ജോലി ചെയ്തു. മീനാക്ഷി, നിക്ക്, പറയാനുള്ളത് പറയട്ടെ, തടസ്സപ്പെടുത്തല്ലേ. ഈ കല്യാണ പട്ടുസാരികളൊക്കെ പെയിന്റ് ചെയ്യുന്നതേ എന്റെ അമ്മയാ. എത്രമാത്രം കാശുണ്ടാക്കി ഒരു നയ പൈസ എന്റെ പാവ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? മീനാക്ഷി, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ മുതലാളി സ്ത്രീ എന്ത് ചെയ്തു? ജോലി ചെയ്തതിന് എന്റെ മകൾക്ക് കൂലി കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. നീ സമരം സംഘടിപ്പിക്കേ, ഞാനൊന്ന് കാണട്ടെ. മോളെ വാ, പോവാം. അമ്മ മിണ്ടാതിരുന്നേ. ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഈ വഞ്ചന ഞാൻ അവസാനിപ്പിക്കും. മോളെ, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. മീനാക്ഷി, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. 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 അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഓ, കേട്ട് കേട്ട് കേട്ട്. ആ, അഭിമാനപൂരിതമായ അന്തരംഗം, ഹർഷപുളകിത കാത്തന്നായി ഈ മുത്തശ്ശൻ. ഇതെന്താ കൊച്ചുമോളുടെ വട്ട് കണ്ടിട്ട് കൈമളേട്ടിന് വട്ടായോ? കവിതാ വട്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, മീനാക്ഷി നിന്റെ പേരക്കൂട്ട് തന്നെ. നിന്റെ ഛായ, നിന്റെ ഭാവം, നിന്റെ സ്വഭാവം, നിന്റെ അഹങ്കാരം, കർക്കടകത്തിലെ ആകാശം ഒന്ന് തെളിയണേ ഭഗവാനെ. ഇല്ലില്ല, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വിളിച്ചോളാം. മാന്യഭവതി, ഉഴുന്നുവട ഇവിടെ ഇല്ലേ? ഉഴുന്നുവടയോ? അതെന്താ ചേച്ചി? ഹോട്ടലിൽ കയറി നമ്മൾ മസാലദോശ ഓർഡർ ചെയ്യുമ്പം മസാലദോശയുടെ അനുവാദം പോലും ഇല്ലാതെ കയറി വരുന്നൊരു സാധനമാണ് ഉഴുന്നുവട. അതുപോലെ നന്ദിനി ഒരു കാര്യത്തിന് വിളിച്ചാൽ അനുവാദമില്ലാതെ ഉഴുന്നുവടയും വരും. ആ, ദേ വന്നല്ലോ ഉഴുന്നുവട. മീനാച്ചി. ആ, അപ്പച്ചിക്ക് കോമൺ സെൻസ് ഇല്ലെങ്കിലും നല്ല ഉഗ്രൻ ഹ്യൂമർ സെൻസാ. അപ്പച്ചിയോ? ആരാടി നിന്റെ അപ്പച്ചി? എന്റെ അച്ഛൻ ജയരാമൻ നിങ്ങളുടെ ആങ്ങളല്ലേ? ആങ്ങളെ ആയിരുന്നു പണ്ട്.
നിന്റെ അമ്മ എന്ന ചുടലേക്ഷി വന്നിട്ട് ആ ബന്ധമൊക്കെ തകർത്ത് കളഞ്ഞു. എന്തിനാ സാവിത്രി ഇവളോട് ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കുന്നത്? ഇവളുടെ നാവിന്ന് വരുന്നത് കേട്ടാലേ ആരായാലും ഇവളുടെ കർണം അടിച്ച് പൊളിച്ചു കളയും. വന്ന കാര്യം പറയാ ചേച്ചി. ഈ അശ്ലീലങ്ങളോട് സംസാരിച്ച് വെറുതെ നമ്മുടെ ഊർജം കളയണ്ട. അതെ, ഇവിടെ ഇങ്ങനെ ഉണ്ടു ഉറങ്ങി അർമാദിച്ച് ജീവിക്കാനാണോ ഉദ്ദേശം? പല്ല് മുറിയെ തിന്നണമെങ്കിൽ എല്ല് മുറിയെ പണിയെടുക്കണമെന്ന് ഏതോ ഒരു പ്രമാണി പറഞ്ഞിട്ടുണ്ട്. നന്ദിനി മഹാറാണിയോടാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന പോലെ സുഖിച്ചു കഴിഞ്ഞാ പോരാ, വീട്ടുജോലികളൊക്കെ ചെയ്യണോന്ന്. അതിനെന്താ കുഴപ്പം? ഇതുവരെ ചെയ്തിരുന്ന കാര്യമല്ലേ. എനിക്ക് സന്തോഷമുള്ള കാര്യ. മോളെ ഞാൻ ദേ പോരാ. നിക്കമ്മേ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. വന്നങ്ങോട്ട് കൽപ്പിക്കാൻ ഇവരാരാ? ചെമ്പകമംഗലത്തെ കെട്ടിലമ്മമാരോ? അല്ലേ അടിമയോട് വന്ന് ഉടമ പറയുന്ന പോലെ ഒരു ഓർഡർ? എന്റെ അമ്മേ, ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. എടീന്നോ പൊടിന്നൊക്കെ വിളിച്ചോ, പണ്ടായിരുന്നെങ്കിൽ രണ്ട് പറയുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ എന്റെ അച്ഛൻ വരുമ്പോ എന്നെ തല്ലും. ഇനി എന്റെ അമ്മ ഇവിടെ കൂലിയില്ല, വേല ചെയ്യുന്നില്ല. നീ വല്ലാതെ അങ്ങ് വളരുക കേട്ടോ. നിങ്ങളെപ്പോലെ ഞാൻ വളഞ്ഞൊന്നും അല്ല വളരുന്നേ. മതിയടി സംസാരിച്ചത്. വന്ന് വീട്ടുജോലി ചെയ്യാൻ ഞാൻ നന്ദിനിയോടാണ് പറഞ്ഞത്. നന്ദിനി വരുന്നില്ല, പകരം ഈ മീനാക്ഷി വരും. അത് ഓസില് ഫുഡ് അടിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാ. ആ, നീ വന്നാലും മതി, ഞങ്ങൾക്കും അതാണ് സന്തോഷം. എന്നാ വാ. മോളെ നീ പോണ്ട, ഞാൻ പോയിക്കോളാം. ഇത്രയും നാളും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. ശരി പൊന്നുമക്കള് വാ. ഒരല്ല കൂടുതലാ ഇവൾക്ക്, ശരിയാക്കി എടുക്കാം. വാ മാലു. എന്താ ഒറ്റയ്ക്കുന്ന് ടെൻഷൻ അടിക്കുകയാണോ? ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ലടാ. എങ്ങനെ നമ്മൾ ഒന്നാവെന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടി. അതെ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട മൈഥിലി. എടോ, ഞാനില്ലേ നിന്റെ കൂടെ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്നെയും കൊണ്ട് ഞാൻ പറക്കും. ഈ ലോകത്ത് എവിടെയെങ്കിലും പോയി നമ്മൾ ജീവിക്കും. ഇതെന്തിനാണ് കുടിച്ചിട്ട്? ഇതിന്റെ കാര്യത്തില് എന്തെങ്കിലും പോകുമ്പോഴും നീ കണ്ടിട്ടുണ്ടോ? കണ്ടു കഴിഞ്ഞു. ആ സന്തോഷ വാർത്ത കൂടി പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എടോ, എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ഗൈനക്കോളജിസ്റ്റിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇത് നീട്ടിക്കൊണ്ട് പോവാതെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ. അതെ, ഇവിടെ ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കാതെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആദ്യം തൂത്ത് തുടയ്ക്കണം. അതിനുശേഷം അടുത്ത പണി പറയാം. നിങ്ങൾക്ക് വല്ല റോഡ് പണിയുടെയും സൂപ്പർവൈസറായിട്ട് പൊക്കൂടെ? ലേബേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ ചോദിച്ചു മേടിക്കാം.
പണി തരാൻ വന്നേക്കുന്നു. തറുതല പറയാതെ നിന്ന് പണിയെടുക്കടി. ഈ തറയെല്ലാം നല്ല സ്ഫടികം പോലെ തിളങ്ങണം, കണ്ണാടി പോലെ. മനസ്സിലായോ? ഇതെന്തോന്നോ ടോളോ? ഇവര് തന്നെ ഒരു തറയാ, പിന്നെയാണോ ഈ തറ? ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുവാടാ. എന്തായാലും ഹാഫ് ഡേ വേണ്ടി വരുമെന്നാ തോന്നുന്നു. ആഘോഷം കഴിഞ്ഞ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. അന്ന് തന്നെ നമുക്ക് സ്ഥലം ഇടണം. നീ ധൈര്യമായിട്ടിരിക്കേ.